മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ആര്യ. ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ആര്യ പ്രേക്ഷകർക്ക് പരിചിതയാകുന്നത്. അതുകൊണ്ട് തന്നെ ആര്യ ബഡായി എന്നാണ് ആര്യ ഇപ്പോൾ അറിയപ്പെടുന്നത്. തൻ്റെ സോഷ്യൽ മീഡിയ പേജിലും ആര്യ സ്വീകരിച്ചിരിക്കുന്നത് ഇതേ പേര് തന്നെയാണ്. മിനി സ്ക്രീനിന് പിന്നാലെ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആര്യ. ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു ആര്യ. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ആര്യ. ഇപ്പോഴിതാ തന്നോടുള്ള ഒരാളുടെ ചോദ്യത്തിന് ആര്യ നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഒരാൾ ആര്യയോട് മോശം ചോദ്യവുമായി എത്തിയത്. മുകേഷുമായി ബഡായി ബംഗ്ലാവ് സമയത്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള അശ്ലീല ചോദ്യവുമായിട്ടാണ് ആരാധകൻ എത്തിയത്. ഏതാണ്ട് 6 വർഷം റൺ ചെയ്ത പരിപാടിയാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാണ് ആരാധകൻ എത്തിയത്. അതുപോലെ സിബി പ്രശ്നത്തിന് മുമ്പ് മറ്റ് അവതാരകർ ഉണ്ടെങ്കിലും ഏഷ്യാനെറ്റ് എപ്പോഴും എല്ലാ പരിപാടികൾക്കും തിരഞ്ഞെടുക്കുന്നത് നിങ്ങളെയായിരുന്നു. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഉൾപ്പെടെ പല എപ്പിസോഡിലും അവതാരകയായത് നീയാണ്, എന്തുകൊണ്ടാണ് നിന്നെ തെരഞ്ഞെടുത്തത് എന്നായിരുന്നു ആര്യയെ മോശമാക്കുന്ന രീതിയിൽ ഒരു ആരാധകൻ്റെ മെസ്സേജ്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ആര്യയുടെ പ്രതികരണം. യഥാർത്ഥ അക്കൗണ്ട് പോലുമില്ല, നട്ടെല്ലുണ്ടെങ്കിൽ വന്ന് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കൂ എന്നായിരുന്നു ആര്യ നൽകിയ മറുപടി. പിന്നാലെ ആര്യയുടെ മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. നിരവധി പേരാണ് താരത്തിന് പിന്തുണയുമായി എത്തുന്നത്. നേരത്തെയും തന്നോട് മോശമായി ചോദ്യം ഉന്നയിച്ചയാൾക്ക് ആര്യ മറുപടി നൽകിയിരുന്നു. ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട വിഷയം കാരണം ഒതുക്കിയതായി തോന്നുന്നുണ്ടോ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു താരം. നിങ്ങളെല്ലാവരും എന്നെ ഒരു പ്രത്യേക ചാനലിൽ സ്ഥിരമായി കാണാറുള്ളതിനാലായിരിക്കും അങ്ങനെ തോന്നിയത്. അതുപോലെ ബിഗ് ബോസ് പ്രശ്നം കാരണം എന്നെ ഒതുക്കിയതായി തോന്നിയിട്ടുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമായി പോകും എന്നായിരുന്നു ആര്യയുടെ മറുപടി. പക്ഷേ വിഷമമില്ല, മഴവിൽ എൻ്റർടൈൻമെൻറ്റ് അവാർഡുകളുടെ സഹ അവതാരകയായി മഴവിൽ മനോരമയിൽ ഉടൻ ഞാൻ വരും എന്നും ആര്യ പറയുന്നുണ്ട്. കൂടാതെ വിവാഹ ജീവിതത്തിൽ പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യത്തിന് ആര്യ മറുപടി നൽകുന്നുണ്ട്. ശരിയായ കാരണങ്ങളാൽ നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് പറയാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നാണ് ആര്യ പറയുന്നത്. നിങ്ങളുടെ മനസ്സമാധാനവും സന്തോഷവുമാണ് പ്രധാനം. എന്ത് വന്നാലും ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഈ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഉറപ്പാക്കുക എന്നാണ് നടി പറഞ്ഞത്.